ഹലോ, നമ്മൾ കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ, ഇനി കുക്കിംഗ് ചെയ്യണ്ടേ? അപ്പം നേരെ കിച്ചണിലേക്ക് പോയാലോ. കിച്ചണിൽ ഇപ്പം ഇത് ഫ്രോസൺ കപ്പ ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. ജസ്റ്റ് ഞാൻ വാഷ് ചെയ്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ട് വേഗം വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. ബീഫൊക്കെ ദേവിച്ചിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഇതിനകത്ത് ചേർക്കേണ്ട മസാലയൊക്കെ സെപ്പറേറ്റ് ഒന്ന് മൂപ്പിച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സിമ്പിളാണ്. പിന്നെ ഈ ഉള്ളി സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, പിന്നെ പ്രത്യേകിച്ച് ഞാനതൊന്നും പറയുന്നില്ല. ഒറ്റ പാത്രത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, വളരെ എളുപ്പമാണ്. കുക്കറിനകത്ത് തന്നെ എല്ലാം ചെയ്യുന്നത്. ഉള്ളിയെല്ലാം വഴറ്റി എല്ലാം വഴന്ന് വരുമ്പോഴത്തേനും അതിനകത്തേക്ക് ഈ മസാല അങ്ങോട്ട് തട്ടിയിട്ടു. അതൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ബീഫ് എടുത്തിടുന്നു. ബീഫ് എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇതേ ഒരടുപ്പിൽ കപ്പയും ഇരിപ്പുണ്ട്, അപ്പുറത്തടുപ്പിലാണ് ബീഫ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ബീഫ് ഇട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് ട്രൈ ആക്കണം. ഇത് കാണുമ്പോഴായിരിക്കും ഞാനാണ് വെക്കുന്നതെന്ന്. ഞാനല്ല വെക്കുന്നത്, ഞാൻ ഉള്ളി അത് ടേസ്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലടുപ്പിക്കണം കേട്ടോ. അപ്പോഴത്തേനും അമ്മ കപ്പ അവിടെ റെഡിയാക്കി. ലാസ്റ്റ് വിസിലും വന്നു, ഏകദേശം ഒരു 7 വിസിലോളം അടുപ്പിച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ടേസ്റ്റിംഗ് ടൈം. ഇതാണ് വേണ്ടുന്നത് മെയിൻ. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഫുഡ് അടിക്കാനുള്ള ടൈമായിരിക്കുന്നു. പാത്രത്തിനകത്തോട്ട് കപ്പയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട് ഇതിനകത്തേക്ക് ബീഫും കുറച്ച് ഗ്രേവിയൊക്കെ ഇങ്ങോട്ട് ഒഴിച്ച്, ഇതിപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നല്ലപോലെ വെള്ളം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് ഒരു പീസൊക്കെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കുഴച്ച് വായിലോട്ട് വെക്കുമ്പോൾ എൻ്റെ അമ്മോ എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയോ. സാധാരണ നമുക്ക് ഇവിടെ കിട്ടുന്ന ബീഫിന് ഇത്ര ടേസ്റ്റ് വരാറില്ല, പക്ഷേ ഈ ബീഫ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റായിരുന്നു. വിഷയമായിട്ട് വെക്കുന്ന എനിക്ക് ബീഫ് കറിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അല്ല, സൂപ്പറായിട്ട് വെക്കാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.